അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ദുറൂസുൽ അക്കായിദ്, അതിലെ 9ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തു താസിഹ, 9ാമത്തെ പാഠം. ഹാദിഹി ജുബ്ബത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഈ പാഠം ഒന്ന് വായിച്ചു നോക്കാം. ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുടി നീക്കിക്കൊടുത്ത അബൂ ത്വൽഹത്തൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് ആ തിരുകേശങ്ങൾ സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹർ മുബാറക് ബറക്കത്തിന് ഉപയോഗിക്കാമെന്നും അത് സൂക്ഷിച്ചു വെക്കാമെന്നും ഇതിൽ നിന്ന് ഗ്രഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാനും ബറക്കത്തിന് എപ്പോഴും ഉപയോഗിക്കാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തത് എന്ന് ഇമാം സുർക്കാനിയും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. അല്ലാഹു തആല ചില വസ്തുക്കളിൽ ഖൈറും ചിലതിൽ ഷർറും നിശ്ചയിച്ചിട്ടുണ്ട്. അവയിൽ പ്രത്യക്ഷവും ആന്തരികവുമുണ്ട്. മരുന്ന് ശമനം നൽകുന്നു, വിഷം മരണത്തിനിടയാക്കുന്നു. ഇത് പ്രത്യക്ഷമായതാണ്. സംസം വെള്ളം ഷിഫാ നൽകുന്നു. ബിംബങ്ങൾക്ക് വേണ്ടി അറുത്തത് ഉപദ്രവമുണ്ടാക്കുന്നു. ഇത് ആന്തരികമാണ്. ഇപ്രകാരം ആന്തരികമായ ഖൈറാണ് ബറക്കത്ത്. അല്ലാഹു തആല ഉദ്ദേശിച്ച ചിലതിൽ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് ബറക്കത്തെടുക്കൽ അല്ലാഹു തആലയ്ക്കുള്ള ഇബാദത്താണ്. ഹജറുൽ അസ്വദ് ചുംബിക്കൽ, സജ്ജനങ്ങളുടെ തിരുശേഷിപ്പ് മുഖേന ബറക്കത്തെടുക്കൽ തുടങ്ങിയവ അതിൽപ്പെട്ടതാണ്. അത് സർവാംഗീകൃത സുന്നത്താണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബയാണ്. ഇത് എൻ്റെ സഹോദരി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തായിരുന്നു. അവർ വഫാത്തായപ്പോൾ ഞാൻ അത് സ്വന്തമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിച്ചിരുന്ന ഈ ജുബ്ബ കഴുകിയ വെള്ളം ഞങ്ങൾ രോഗികൾക്ക് ശമനത്തിന് നൽകിപ്പോരുന്നു. ആന്തരികമായ ഖൈറിൽപ്പെട്ട മറ്റൊന്നാണ് മന്ത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലികുല്ലി ദാഇൻ ദവാഉൻ ഫഇദാ ഉസീബത് ദവാഉ ദാഇ ബറഅ ബിഇദ്നില്ലാഹി അസ്സ വജല്ല. അല്ലാഹു തആല പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗം ബാധിച്ചാൽ മുഅവ്വിദാത്ത് ഓതി ഊതുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രോഗം കഠിനമായപ്പോൾ ഞാൻ അവ ഓതി ഊതുകയും ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൊണ്ട് തടവുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ മക്കളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എന്നിവരെ അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ വമിൻ കുല്ലി ഗൈനിൻ ലാമ എന്ന് ചൊല്ലി മന്ത്രിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് പറയും, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസലാം ഇവ ഓതി മക്കളായ ഇസ്മായിൽ അലൈഹിസലാം, ഇസ്ഹാഖ് അലൈഹിസലാം എന്നിവരെ മന്ത്രിച്ചിരുന്നു. മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു ഈ വചനങ്ങൾ തൻ്റെ മുതിർന്ന മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും കൊച്ചുകുട്ടികളുടെ കഴുത്തിൽ ഏലസായി എഴുതി കെട്ടിക്കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്ത്രീക്ക് പ്രസവം പ്രയാസകരമായാൽ താഴെ പറയുന്ന 2 ആയത്തുകളും വചനങ്ങളും ഒരു പാത്രത്തിൽ എഴുതി കഴുകി കുടിപ്പിക്കണം. ഇനി നമുക്ക് ആ ആയത്തുകളും വചനങ്ങളും നോക്കാം. കഅന്നഹും യൗമ യറൗനഹ ലം യൽബസു ഇല്ലാ അശിയതം ഔ ളുഹാഹാ. അടുത്ത ആയത്ത് നോക്കൂ. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുലി വലാ തസ്തഅ്ജിൽ ലഹും കഅന്നഹും യൗമ യറൗന മാ യുഅദൂന ലം യൽബസു ഇല്ലാ സഅതം മിൻ നഹാർ ബലാഉൻ ഫൽ യുഹലകു ഇല്ലൽ ഖൗമൽ ഫാസിഖൂൻ. അടുത്തത് നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി വ റബ്ബിൽ അർശിൽ അലീം. കൂട്ടുകാർ പാഠം നന്നായി വായിക്കുക. ഇനി നമുക്കതിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നോക്കൂ. നഖ്റഉ വ നഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. മുഅവ്വിദാത്ത്, അൽ ഇഖ്ലാസ്,
അൽ ഫലഖ്, അന്നാസ് എന്നീ സൂറത്തുകൾ. ഇനി നോക്കൂ തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം. നസിൽ ചേരുംപടി ചേർക്കാനുള്ളതാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്തു. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബ കഴുകിയ വെള്ളം രോഗികൾക്ക് നൽകി. 3. കുട്ടികളുടെ കഴുത്തിൽ ഏലസ് എഴുതി കെട്ടി. 4. ഖുർആൻ പാത്രത്തിൽ എഴുതി കുടിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇപ്പുറത്ത് നോക്കൂ. എ. അസ്മാ റളിയല്ലാഹു അൻഹ. ബി. അബൂ തൽഹത്തൽ അൻസാരി റളിയല്ലാഹു അൻഹു. സി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഡി. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഓരോന്നിനും യോജിച്ചതിൻ്റെ ആ ലെറ്ററാണ് നമ്മൾ ആ ബോക്സിൽ എഴുതേണ്ടത്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്തു. അതിന് ശരിയായത് ബി. അബൂ തൽഹത്തൽ അൻസാരി റളിയല്ലാഹു അൻഹു. അപ്പോൾ ബി എന്ന് എഴുതുക. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബ കഴുകിയ വെള്ളം രോഗികൾക്ക് നൽകി. അതിന് ശരിയായത് എ. അസ്മാ റളിയല്ലാഹു അൻഹ. അപ്പോൾ എ എന്ന് എഴുതുക. 3. കുട്ടികളുടെ കഴുത്തിൽ ഏലസ് എഴുതി കെട്ടി. അതിന് ശരിയായത് ഡി. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഡി എന്ന് എഴുതുക. 4. ഖുർആൻ പാത്രത്തിൽ എഴുതി കുടിപ്പിക്കണം എന്ന് പറഞ്ഞു. അത് സി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ സി എന്ന് എഴുതുക. ഇനി നോക്കൂ തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം. നുക്കമ്മിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. സംസം വെള്ളം ഡേഷ് നൽകുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് ഷിഫാ. സംസം വെള്ളം ഷിഫാ നൽകുന്നു. 2. ബിംബങ്ങൾക്ക് വേണ്ടി അറുത്തത് ഡേഷ് ഉണ്ടാക്കുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് ഉപദ്രവം. ബിംബങ്ങൾക്ക് വേണ്ടി അറുത്തത് ഉപദ്രവം ഉണ്ടാക്കുന്നു. 3. ആന്തരികമായ ഡേഷിൽ പെട്ടതാണ് മന്ത്രം. അവിടെ പൂരിപ്പിക്കേണ്ടത് ഖൈർ. ആന്തരികമായ ഖൈറിൽ പെട്ടതാണ് മന്ത്രം. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗം ബാധിച്ചാൽ ഡേഷ് ഓതി ഊതുമായിരുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് മുഅവ്വിദാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗം ബാധിച്ചാൽ മുഅവ്വിദാത്ത് ഓതി ഊതുമായിരുന്നു. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം. ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതുക. നമുക്ക് ആ പ്രവർത്തനം ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എന്നിവരെ എന്ത് ചൊല്ലിയാണ് മന്ത്രിച്ചിരുന്നത്? ഉത്തരം അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഗൈനിൻ ലാമ്മ. ഇനി രണ്ടാമത്തെ ചോദ്യം. പ്രത്യക്ഷമായ ഖൈറിനും ഷർറിനും ഒരു ഉദാഹരണം എഴുതുക. ഉത്തരം മരുന്ന് ശമനം നൽകുന്നതും വിഷം മരണത്തിനിടയാക്കുന്നതും. മൂന്നാമത്തെ ചോദ്യം. ആന്തരികമായ ഖൈറിനും ഷർറിനും ഒരു ഉദാഹരണം എഴുതുക. ഉത്തരം സംസം വെള്ളം ഷിഫാ നൽകുന്നതും ബിംബങ്ങൾക്ക് വേണ്ടി അറുത്തത് ഉപദ്രവം ഉണ്ടാക്കുന്നതും. നാലാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രോഗം കഠിനമായപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്താണ് ചെയ്തിരുന്നത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രോഗം കഠിനമായപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മുഅവ്വിദാത്ത് ഓതി ഊതുകയും ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൊണ്ട് തടവുകയും ചെയ്തിരുന്നു. അഞ്ചാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബ കഴുകിയ വെള്ളം രോഗികൾക്ക് ശമനത്തിനായി നൽകിയിരുന്നു. ആര്? ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളും ആയിഷ റളിയല്ലാഹു അൻഹായുടെ സഹോദരിയുമായ അസ്മാ റളിയല്ലാഹു അൻഹ. ഇനി നോക്കൂ തദ്രീബാത്തിലെ അഞ്ചാമത്തെ പ്രവർത്തനം. തഹസീസ് അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. 1. ബറക്കത്തെടുക്കൽ എന്ന വിഷയത്തിൽ സുന്നി പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കേട്ട് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ബറക്കത്തെടുക്കൽ എന്ന് ഹെഡിങ് കൊടുക്കുക. മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട സാധനങ്ങളിലൂടെ ബറക്കത്തെടുക്കാം എന്ന് സ്വഹീഹായ ഹദീസുകളും പണ്ഡിതന്മാരുടെ പ്രസ്താവനകളും തെളിയിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹായിൽ നിന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്നു. ഒരു കുപ്പായം കാണിച്ചുകൊണ്ട് അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബയാണ്. ഇത് എൻ്റെ സഹോദരി ആയിഷ റളിയല്ലാഹു അൻഹായുടെ അടുത്തായിരുന്നു. അവർ വഫാത്തായപ്പോൾ ഞാൻ അത് സ്വന്തമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിച്ചിരുന്ന ഈ ജുബ്ബ കഴുകിയ വെള്ളം ഞങ്ങൾ രോഗികൾക്ക് ശമനത്തിന് നൽകിപ്പോരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരവുമായി ചേർന്നു നിന്ന കാരണത്താൽ ആ വസ്ത്രത്തിന് ഔഷധവീര്യം കൈവന്നതായി അസ്മാ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കിയിരുന്നു. ഇക്കാരണത്തിനാലായിരുന്നു മഹദി ഇപ്രകാരം ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ മാത്രമല്ല ഈ സവിശേഷതയെന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു എഴുതുന്നത്, സജ്ജനങ്ങളുടെ വസ്ത്രം കൊണ്ടും മറ്റും ഇപ്രകാരം പുണ്യം കരസ്ഥമാക്കാമെന്ന് തെളിയിക്കുന്നതാണ്. ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുടി നീക്കിക്കൊടുത്ത അബൂ തൽഹത്തൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് ആ തിരുകേശങ്ങൾ സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹർ മുബാറക് ബറക്കത്തിന് ഉപയോഗിക്കാമെന്നും അത് സൂക്ഷിച്ചു വെക്കാമെന്നും ഇതിൽ നിന്നും ഗ്രഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാനും ബറക്കത്തിന് എപ്പോഴും ഉപയോഗിക്കാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തത് എന്ന് ഇമാം സുർക്കാനിയും പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മുടി സ്വഹാബികൾക്ക് വിതരണം ചെയ്യാൻ കൽപ്പിച്ചതിലൂടെ അത് ഔഷധമായി ഉപയോഗപ്പെടുത്താമെന്ന് സൂചിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇസ്ലാമിലെ ആത്മീയതയുടെ ഭാഗമാണിത്. അത് ഒരിക്കലും അവഗണിക്കാനാവില്ല. ഇസ്ലാമിക പ്രമാണങ്ങളും ഇത് അംഗീകരിക്കുന്നുണ്ട്. ഒരു ആത്മീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇസ്ലാമിനെ വീക്ഷിക്കുന്നവർക്ക് ഈ ആധ്യാത്മിക മാനം ഒരിക്കലും അവഗണിക്കാനാവില്ല. ഇത് സജ്ജനങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ കൊണ്ട് ബറക്കത്തെടുക്കാം എന്നതിന് രേഖയാണ്. സ്വാലിഹായ ഒരാളെ അദ്ദേഹത്തെ കൊണ്ട് ബറക്കത്തെടുക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അതിൽ തെറ്റില്ല. മഹാന്മാരുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്ക് ബറക്കത്ത് ഉണ്ടെന്നും ബറക്കത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെ സ്വഹാബികൾ അത് ചെയ്തിരുന്നുവെന്നതും മുൻകഴിഞ്ഞ സ്വഹാബികളുടെ ചരിത്രത്തിൽ നിന്നും വ്യക്തമാവുന്നതാണ്. കൂട്ടുകാർക്ക് ഈ പ്രവർത്തനം മനസ്സിലായല്ലോ. ഇനി നോക്കൂ തഹ്സീസിലെ രണ്ടാമത്തെ പ്രവർത്തനം. മന്ത്രം കാരണം ഷിഫാ ലഭിച്ചു, അനുഭവം എഴുതുക. ഈ പ്രവർത്തനം കൂട്ടുകാർ ഉമ്മയോടും ഉപ്പയോടൊക്കെ ചോദിച്ച് വ്യക്തമാക്കിയതിന് ശേഷം അതിനെ ഒരു അനുഭവ കുറിപ്പായിട്ട് എഴുതുക. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.